ഗൈസ്, ഒരു കാര്യം അറിയാലോ, എല്ലാവർക്കും സിമ്പിളായിട്ട് പഠിച്ചു പോകണം. സിമ്പിളായിട്ട് പഠിച്ച് എക്സാം എഴുതി പോകണം. പഠിച്ചല്ല, എങ്ങനെയെങ്കിലും തുണ്ട് വെച്ച് എങ്ങനെയെങ്കിലും വിറ്റ് വെച്ച് എക്സാം എഴുതി പോകണം എന്നുള്ള കുറേ പേരുണ്ട്. എന്നോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ വീഡിയോയിലൊക്കെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. എന്തുവാ ബ്രോ, എനിക്ക് എക്സാമേ എങ്ങനെ, അത് സിമ്പിളാണോ പാടാണോ, കോപ്പിയൊക്കെ വെച്ച് എഴുതാൻ പറ്റുമോ, പിന്നെന്തുവാ കോപ്പി അടിച്ചാൽ സീനാണോ, ക്യാമറ ഒക്കെ ഉണ്ടോ എന്നൊക്കെ തിരക്കാറുണ്ട് കേട്ടോ. എങ്ങനെയാ പിള്ളേർ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കമൻ്റൊക്കെ ഇടും. അങ്ങനെ ഞാൻ അവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാലേ, തുണ്ട് വെച്ചോ, ഓക്കെ, ബിറ്റ് വെച്ചോ, പക്ഷേ ക്ലാസ് റൂമിൽ പോയിട്ട് എടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഇരിക്കുന്നുണ്ട, ഏതോ എന്തിൻ്റെയോ ബിറ്റാന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ കിടന്നതാ ഞാൻ ഇപ്പം. കണ്ടോ, ഇത് മൈക്രോ കോപ്പി ഇപ്പം പിള്ളേരുടെ ട്രെൻഡിങ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ കുത്തിങ്ങനെ എഴുതും, ഏതാ പേപ്പറിനകത്ത് നമ്മൾ കുത്തിന്ന് എഴുതും, ഇമ്പോർട്ടൻസ് മാത്രം കുത്തിന്ന് എഴുതും. ഇപ്പോൾ ടെക്നോളജിയൊക്കെ മാറിയില്ലേ, സോ നമ്മൾ മൈക്രോ പ്രിന്റിലേക്കൊക്കെ പോയി. പ്രിന്റ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, PDF ആക്കുക, ജസ്റ്റ് കൊണ്ട് കൊടുക്കുക. അത് ഒരു പേപ്പറിൽ തന്നെ ഒരു 5-10 ഒക്കെ ആക്കി ഇങ്ങനെ തരും. അത് കട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. ഈ മൈക്രോ കോപ്പി എന്നുള്ള സാധനമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകാം. എങ്ങനെ, പോക്കറ്റിൽ വെച്ചോ, പോക്കറ്റിലോ എവിടെയെങ്കിലും ഷൂവിലോ വെച്ച് എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് കോളേജിലോ സ്കൂളിലൊക്കെ പോവാം. പക്ഷെ ഒരു കാര്യം, ക്ലാസ് റൂമിൽ കയറിയാൽ ഈ വെച്ച സാധനം എടുക്കാൻ പാടില്ല. എടുത്താലോ പണി കിട്ടാനുള്ള പണി കിട്ടിയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാം, ഒരു സീനും ഇല്ല. നിങ്ങൾക്ക് കൊണ്ടുപോയി പോക്കറ്റിലോ, ഞാൻ പറഞ്ഞല്ലോ പോക്കറ്റ് എവിടെയും വെച്ചോ, സീനില്ല. പക്ഷെ ക്ലാസ് റൂമിൽ എക്സാം ടൈമിൽ ഈ സംഭവം എടുക്കാൻ പാടില്ല. അതാണ് എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കോളേജിലാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ കോളേജിലാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഉണ്ട്. ഈ കോളേജ് ക്യാമറ ഉണ്ടോ എന്നൊക്കെ കുറേ പേര് തിരക്കുന്നുണ്ട്. ക്യാമറ വഴി പൊക്കുന്നുണ്ടോ എന്ന് തിരക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രോ എക്സാം വരുന്ന ടൈമിൽ പൊക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എല്ലാ ടൈമിലും കാണുന്നു, അവർ ക്യാമറ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് അതിനെ പറ്റിയൊന്നും അറിയത്തില്ല. ക്യാമറ എല്ലാ ക്ലാസ് റൂമിലും, ഒരുവിധം എല്ലാ ക്ലാസ് റൂമിലും ക്യാമറയും, പുറത്ത് ക്യാമറയും, എല്ലാ ക്യാമറയും ഉണ്ട്, വർക്കിങ്ങുമാണ്. സോ എന്തെങ്കിലും കാര്യം ഇതുപോലെ നമ്മളിങ്ങനെ നോക്കി എഴുതുന്നതൊക്കെ കണ്ട് ഇരുന്നാൽ നമ്മളെ പൊക്കിക്കൊണ്ട് പോകത്തില്ല. ആ ബിറ്റ് വന്ന് പൊക്കിക്കൊണ്ട് പോകും, എഴുതിയ പേപ്പർ വന്ന് കീറിക്കൊണ്ട് പോകും. പിന്നെ എക്സാം എഴുതത്തില്ല, പിന്നെ സപ്ലിയുമായി. അതാണ് ഏറ്റവും വലിയ കാര്യം ഇതിൻ്റെ. വേണമെങ്കിൽ തുണ്ടൊക്കെ വെച്ചുകൊണ്ട് പോകാം കേട്ടോ, സീനൊന്നുമില്ല. നിങ്ങളുടെ ഒരു അഭിപ്രായം വെച്ച് നോക്കുക. അപ്പം ഞാൻ ക്ലാസ് റൂമിൽ പോയി എടുക്കാതിരിക്കുന്നത് നല്ലത്. ഇപ്പോൾ ചോദിക്കും, ക്ലാസ് റൂമിൽ കൊണ്ടുപോയി എടുക്കാതിരിക്കുക, പിന്നെ എന്തിനാ തുണ്ട് കൊണ്ടുപോകുന്നേ എന്ന് ചോദിക്കും. അത് വേറെ കാര്യം. ഒരു മനസ്സുഖം, തുണ്ട് കയ്യിലും ഉണ്ടെന്ന ഒരു മനസ്സുഖം, വേറെ ഒന്നുമില്ല. അല്ലാതെ അവിടെ പോയി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീനാ. നമ്മുടെ കോളേജിൽ അങ്ങനെ തുണ്ട് വെച്ച് എഴുതാനുള്ള ഒരു അങ്ങനെയൊന്നും നോക്കത്തില്ല. നോർമലി ക്ലാസ് ടീച്ചേഴ്സായാലും നല്ലോണം നോക്കും, ചെക്ക് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറ ഉള്ളപ്പോൾ നമുക്ക് ഇതൊന്നും വെച്ച് എഴുതാനേ പറ്റത്തില്ല. അത് വേറെ കാര്യം. പിന്നെ അഥവാ കൊണ്ടുവന്ന് കുറേ പേര് പൊക്കുന്നുമുണ്ട്, മനസ്സിലായോ? ഇവരെന്ത് ചെയ്യും, വെച്ചോണ്ടിരുന്ന എഴുതുമെന്ന്, എന്നിട്ട് പൊക്കിക്കൊണ്ട് പോയാലോ ആ എക്സാം ഒന്നെങ്കിൽ എഴുതാം, പിന്നെ 0 മാർക്കായിരിക്കും, അല്ലെങ്കിൽ സപ്ലി ആയിരിക്കും, എന്തെങ്കിലും റീസൺ കാണും. പിന്നെ ചിലവന്മാരെ ഫോൺ പൊക്കുന്നുണ്ട്. ഈ ഫോണൊക്കെ എന്തിനാണോ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എക്സാം ടൈമിൽ ഫോൺ കൊണ്ടുപോകുന്നു. ഈ ഫോൺ എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു പ്രൈവസിയും അതുപോലെ തന്നെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ആണ്. ഈ സംഭവം ഒരു ദിവസം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എന്ത് കാര്യങ്ങളായാലും ആ ഫോണിനകത്താണ് ഉള്ളത്. ആ ഫോൺ ഒരു ദിവസം പിടിച്ചു വെച്ചാൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരെ വിളിക്കും, നെറ്റില്ല, ഒന്നുമില്ല, ഫോണില്ല കയ്യിൽ. ഫോണിലാണ് എല്ലാ കാര്യം ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരാള് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടോ നോർമലി? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തിനാ ഫോൺ കൊണ്ടുവന്നത്? എൻ്റെ കുറേ ഫ്രണ്ട്സിന് ഇതുപോലെ ഫോൺ പൊക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, വേറെ ഒന്നും കൊണ്ടല്ല. എന്ന് വെച്ചാൽ ഈ ഫോൺ പൊക്കിയുള്ള കാരണം വെച്ചാൽ എക്സാം ടൈമിൽ ഇരുന്ന് എഴുതി. അതിൻ്റെ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ എന്തുവാ, ഒരു 5 ദിവസം 6 ദിവസം ഫോൺ ആരുടെ കയ്യിലിരിക്കും? പ്രിൻസിപ്പാളിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ അഡ്വൈസർ ടീച്ചറിൻ്റെ കയ്യിലോ അവിടേക്ക് ഇരിക്കും. ഈ ഇരുന്ന് ഒരു 2 ദിവസമൊക്കെ നമ്മൾ പിടിച്ചിരിക്കും, ഒരു ദിവസം പിടിച്ചിരിക്കും. 2ാമത്തെ ദിവസം തൊട്ട് നമുക്ക് ആ ഫോൺ വേണം എന്നുള്ള മൈൻഡ് വരും. ആ മൈൻഡ് സെറ്റ് ഒന്നും ഇവർക്ക് ഇല്ല നോർമലി. പൊക്കട്ടെ, എക്സാം അല്ലേ പ്രധാനം, സപ്ലി അടിക്കാൻ പാടില്ലല്ലോ. എങ്ങനെയെങ്കിലും സപ്ലി ക്ലിയർ ആക്കി പോകാനുള്ള പ്ലാൻ ആയിരിക്കും ഇവന്മാരൊക്കെ ചിലപ്പോൾ എടുക്കുന്നത്. ചില സിറ്റുവേഷൻ കാരണമായിരിക്കും എടുക്കുന്നത്, നമുക്കത് ചോദിക്കാൻ പറ്റത്തില്ല. സോ ബിറ്റ് എടുക്കാതിരിക്കുക, പഠിച്ചിട്ട് പോവുക. ഫോണൊന്നും എടുത്ത് കൊണ്ടുപോയി എക്സാമിന് പൊക്കി
പിന്നെ ഒരു 5 ദിവസം 10 ദിവസം ടീച്ചർമാരുടെ കയ്യിലൊക്കെ ആയിരിക്കും. പിന്നെ കുറേ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വിളിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഫോൺ കൈ കിട്ടും. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ബിറ്റ് കൊണ്ടുപോയിരിക്കുക. ബിറ്റ് കൊണ്ടുപോയാല കയ്യിൽ വല്ലതും എഴുതിയാൽ തന്നെ മായ്ച്ച് കളഞ്ഞിട്ട് ഇരിക്കാൻ പറയും, അല്ലെങ്കിൽ പുതിയൊരു പേപ്പർ വരും. അങ്ങനെ ഒരു അവസ്ഥയാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സംഭവം ഒന്നും കൊണ്ടുപോയി കോപ്പി അടിക്കാതെ ഇരിക്കുക. ജസ്റ്റ് പഠിച്ചു പോയിരുത്, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.